നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരണഭയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോകളിലൊക്കെ ഞാൻ പരാമർശിച്ചിരുന്നു. അതായത് വല്ലാതെ ഭയം ട്രംപിനെ പിടികൂടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഇറാനെതിരെ ഒരു അക്ഷരം പോലും ഇപ്പോൾ സംസാരിക്കാത്തത്. നേരത്തെ വലിയ വാചകമടിയെങ്കിലും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ വാചകമടിച്ചാലും അടിച്ചില്ലെങ്കിലും ട്രംപിനെ തേടി ഇറാന്റെ അടികൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ ഒന്നും സംസാരിക്കുക പോലും ചെയ്യുന്നില്ല. എന്നാൽ ട്രംപിന്റെ ഈ മരണഭയത്തെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്യുന്ന സമയത്ത് ചില ആളുകളുടെ പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുജ്തബ ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരിഹാസങ്ങളാണ് ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് കാണാനായത്. എന്തായാലും മുജ്തബ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. അതിന്റെ വീഡിയോകളൊക്കെ ഇറാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അത് AI വീഡിയോ ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതെന്തോ ആകട്ടെ, അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്തായാലും ഇത് ചോദിക്കുന്ന ആളുകൾ മുജ്തബ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയാത്ത പേരുകേട്ട ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ട്രംപിന്റെ മരണഭയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്ക തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തുവിട്ടിരിക്കുകയാണ്. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഈ വിവരം പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അമേരിക്ക വളരെ രഹസ്യമായി സൂക്ഷിച്ച ഒരു കാര്യം അത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു, വലിയ ചർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ട്രംപ് വന്നിരുന്നു. ഈ സമയത്ത് ഇറാൻ തന്നെ വേട്ടയാടുന്നു, താൻ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന് ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു. ട്രംപ് അങ്ങോട്ട് വന്നത് ഖത്തർ കൊടുത്ത വിമാനത്തിലാണ്, തിരിച്ചു പോയത് എയർഫോഴ്സ് 1 എന്നതായിരുന്നു ആ സമയത്ത് പുറത്തു വന്ന വാർത്ത. എന്തായാലും എയർഫോഴ്സ് 1 ട്രംപ് പോയിട്ടില്ല. ആ വിമാനത്തിൽ പോയത് മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ട്രംപിന്റെ മറ്റ് ജീവനക്കാരും ഒക്കെയാണ് ആ വിമാനത്തിൽ യാത്ര ചെയ്തത്. ട്രംപ് ആ വിമാനത്തിൽ ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം ട്രംപ് പോയത് ഒരു മിലിറ്ററി വിമാനത്തിലാണ്. അതൊരു ചെറിയ വിമാനമായിരുന്നു. ആ വിമാനത്തിൽ ട്രംപിനെ കയറ്റിയത് കാറ്ററിംഗ് ട്രക്കിൽ കൊണ്ടുപോയിട്ടാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതീവ രഹസ്യമായി അമേരിക്ക സൂക്ഷിച്ചു വെച്ച ഈ ഒരു കാര്യം ഇപ്പോൾ അങ്ങാടിയിൽ പരസ്യമായിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിരിക്കുകയാണ് ഈ വാർത്ത. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതൊന്നുമല്ല, അവരുടെ ഒരായുധങ്ങളും ഇനി എവിടെയും എത്തില്ല, അവരെ തകർത്ത് കളഞ്ഞു, അവരുടെ സൈന്യം പോലും ഇപ്പോൾ നിലവിലില്ല എന്ന് അവകാശപ്പെട്ട ട്രംപിനാണ് ഇറാനെ പേടിച്ച് കാറ്ററിംഗ് ട്രക്കിൽ യാത്ര ചെയ്യേണ്ടി വന്നത്. അത്തരമൊരവസ്ഥയിലേക്ക് ആ രാജ്യം പോയിട്ടുണ്ട്. എന്തായാലും അന്ന് പിടികൂടിയ ആ ഭയം ഇന്നും ട്രംപിന്റെ മനസ്സിലുണ്ട്. കാരണം ട്രംപിനെ വിടാതെ ഇറാൻ പിന്തുടരുന്നുമുണ്ട്. ഇനി ആര് പിന്തുടർന്നാലും ഈ അവസരം ആര് ഉപയോഗപ്പെടുത്തിയാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പേരേയുള്ളൂ, ഒരൊറ്റ മുഖമേ ഉള്ളൂ. അത് ഇറാന്റെ പേരാണ്. അതുപോലെ തന്നെ മുജ്തബ അലി ഖംനായിയുടെ മുഖമാണ്. ഇപ്പോഴും മുജ്തബ അലി ഖംനായി എവിടെ ഇരുന്നു കൊണ്ടാണ് നിലവിലെ യുദ്ധം നിയന്ത്രിക്കുന്നത് എന്ന് കണ്ടെത്താൻ അമേരിക്കക്കായിട്ടില്ല. എന്തായാലും മുജ്തബക്ക് എല്ലാവിധ പിന്തുണയും മറ്റു ചില രാജ്യങ്ങൾ ചൈനയും റഷ്യയും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള സംശയവും ട്രംപിനെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. കാരണം അതീവ രഹസ്യമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലും ഇറാന്റെ മിസൈലുകൾ എത്തി, പ്രത്യേകിച്ച് UAE ഉൾപ്പെടെ. സാധാരണ സിവിലിയന്മാർ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിച്ച് ഒരിക്കലും അമേരിക്കക്കാരാണ്, ഉദ്യോഗസ്ഥരാണ് എന്ന് മറ്റുള്ള ആളുകൾക്ക് പിടികൊടുക്കാതെ ജോലി ചെയ്യുന്ന CIA കേന്ദ്രങ്ങളിൽ പോലും ഇറാന്റെ മിസൈലുകൾ എത്തി. ഇത് കൃത്യമായി സ്കെച്ചിട്ട് കൊടുത്തത് റഷ്യയാണ് എന്നുള്ളത് ട്രംപ് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ട്രംപിന് വലിയ സംശയമുണ്ട് അക്കാര്യത്തിൽ. ചില അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് CIA നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്തായാലും ഇസ്രായേലിനകത്ത് പോലും മൊസാദിന്റെ പണി പാളിയതിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ പിടിച്ചു പുറത്താക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മരണഭയം അത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെയും വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതുപോലും അത്തരത്തിലുള്ള ഭയം പിടികൂടിയതിന്റെ ഭാഗമായിട്ടാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇനി പറയൂ നിങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ട്രംപിനെ മരണഭയം പിടികൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുജ്തബ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച ആളുകൾ ഇനിയെങ്കിലും നിങ്ങൾ പറയും. ഇപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ട്രംപ് എങ്ങനെയാണ് ഇറാന്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നത് എന്നതിനെ കുറിച്ച് അമേരിക്കയിൽ നിന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ, നിങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തൂ. അതിൽ കൂടുതലായൊന്നും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനില്ല.